പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സത്യങ്ങളെല്ലാം ഒടുവിൽ സാഗർ അറിഞ്ഞതിനെ തുടർന്ന് സാഗർ ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. കൺമണി നമ്മുടെ കുടുംബത്തിനു വേണ്ടി എത്രയധികം കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് ഞാൻ ഒരിക്കലും മനസ്സിലാക്കിയില്ല. അത് എൻ്റെ തന്നെ തെറ്റാണ്. ഇത്രയും വലിയൊരു തെറ്റ് എൻ്റെ ഭാഗത്ത് നിന്ന് വരാൻ പാടില്ലായിരുന്നു എന്നതാണ് സത്യം. ഞാനിപ്പോൾ ആ കാര്യം ആലോചിച്ച് ലജ്ജിക്കുകയാണ്. ഇത്രയും വലിയൊരു പിഴവ് ഹോ എങ്ങനെയാണ് എനിക്ക് സംഭവിക്കുക? ഞാൻ ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് പ്രതീക്ഷിച്ചതല്ല. എന്തായാലും ഇനി ആ കൺമണിയെ ചെന്ന് കണ്ട് എനിക്ക് ക്ഷമ പറഞ്ഞേ മതിയാകൂ. ഇത് കേൾക്കുന്ന സുജ എന്താണ് കൺമണി എവിടെയാണ് എന്ന് കണ്ടെത്താൻ സാധിച്ചോ? ഇല്ല, കൺമണി ഇപ്പോൾ എവിടെയാണ് എന്ന് യാതൊരു സൂചനയും ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം. അവൾ നമ്മളിൽ നിന്നെല്ലാം മാറി എവിടെയോ നിൽക്കുകയാണ്. അവളുടെ തിരോധാനത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നും എനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ കൺമണിയെ കണ്ടെത്തും. ആ കാര്യം ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. അതിൽ യാതൊരു മാറ്റവുമില്ല. അവളെ രക്ഷിച്ച് വീണ്ടും കമ്പനിയിലേക്ക് കൊണ്ടുവരിക തന്നെ ചെയ്യും. അവളുടെ മേൽ ചാർത്തപ്പെട്ട തെറ്റായ കാര്യങ്ങൾ നമ്മൾ മാറ്റിക്കൊടുക്കും. അതിനു വേണ്ടിയാണ് ഇനി കാര്യങ്ങൾ നീക്കേണ്ടത്. ഇതേ തുടർന്ന് കൃഷിനോട് എത്രയും പെട്ടെന്ന് തന്നെ കൺമണി എവിടെയാണ് എന്നുള്ള കാര്യം നീ കണ്ടെത്തണം. മനസ്സിലായോ? ആ കാര്യത്തിൽ യാതൊരു വീഴ്ചയും വന്നു പോകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് പോകട്ടെ. ഇതോടെ കൺമണി എവിടെയാണ് എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി കൃഷ് യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. ഫോൺ വിളിച്ചിട്ട് യാതൊരു റെസ്പോൺസും ഇല്ലാത്തത് കൃഷിനെ കൂടുതൽ അലട്ടുന്നു. ഇതേ സമയം ബലരാമനാകട്ടെ തൻ്റെ അമ്മയുടെ കാല് പിടിച്ചതിനെ തുടർന്ന് താൻ യാതൊന്നും അവൾക്കെതിരായി ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സുമിത്ര, അവളെ കൊല്ലണമെന്നുള്ള പ്ലാൻ എനിക്ക് ഉണ്ടായിരുന്നു. എന്തായാലും നീ ഇത്രയധികം അപേക്ഷിച്ചതല്ലേ, അവളെ രക്ഷിക്കാൻ സാധിക്കുമോ എന്ന് ഞാനും നോക്കട്ടെ. എന്തായാലും നീ ധൈര്യമായിരിക്കൂ രാമ. കാര്യങ്ങളെല്ലാം യാതൊരു വിധത്തിലും കൈവിട്ട് പോവുകയില്ല. ഇതോടെ കൺമണിയെ രക്ഷിക്കുന്നതിനായി സാധിച്ചിരിക്കുകയാണ്. കൺമണിയെ കണ്ടെത്തി എന്നുള്ള കാര്യം അറിഞ്ഞതിനെ തുടർന്ന് സാഗർ കൺമണിയെ കാണുന്നതിനായി കുതിച്ചെത്തിയിരിക്കുകയാണ് കൺമണിയുടെ വീട്ടിലേക്ക്. അവിടെ വെച്ച് വീട്ടിലുള്ള എല്ലാവരോടും ഞാൻ കൺമണിയെ കാണാനാണ് വന്നത്. എനിക്ക് കുറച്ച് തെറ്റ് പറ്റിപ്പോയി. അത് കൺമണിയോട് ഏറ്റു പറഞ്ഞ് ക്ഷമ ചോദിക്കണം. ആ ഒരു കാര്യവുമായിട്ടാണ് ഞാൻ വന്നത്. ഇങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി. ഇതോടെ മനോജ് സാർ കൺമണി റൂമിലുണ്ട് എന്ന് പറഞ്ഞതിനെ തുടർന്ന് റൂമിലേക്ക് പോവുകയാണ് സാഗർ. കൺമണി, എനിക്ക് തെറ്റുപറ്റിപ്പോയി എന്നതാണ് യാഥാർത്ഥ്യം. ഞാൻ നീ ചെയ്ത നല്ല കാര്യങ്ങളെല്ലാം മറന്ന് ആ ഒരു നിമിഷത്തിൽ പൊട്ടിത്തെറിച്ചു. മുൻപിൻ ചിന്തിക്കാതെയാണ് നിന്നെ ടെർമിനേറ്റ് ചെയ്തത്. കമ്പനിക്ക് വേണ്ടി നീ ചെയ്ത കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞിരുന്നില്ല. എൻ്റെ മകളെ വരെ രക്ഷിച്ചത് നീയാണ്. അതുപോലുള്ള നിന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഞാൻ ചെയ്തത്. അത് ആലോചിച്ചുകൊണ്ട് ഞാനിപ്പോൾ ലജ്ജിക്കുന്നു എന്നതാണ് സത്യം. കൺമണി, നീ എന്നോട് ക്ഷമിക്കണം. അത് മാത്രമാണ് എനിക്കിപ്പോൾ പറയാനുള്ളത്. എൻ്റെ ഭാഗത്ത് നിന്ന് വന്ന വീഴ്ചയ്ക്ക് ഞാൻ നിന്റെ കാല് പിടിച്ചു വേണമെങ്കിൽ മാപ്പ് പറയാം. ഇതോടെ അയ്യോ സാർ, അതിൻ്റെയൊന്നും ആവശ്യമില്ല. സാർ എന്നേക്കാൾ മുതിർന്ന ആളാണ്. താങ്കളൊക്കെ എൻ്റെ കാലിൽ തൊടുന്നത് തന്നെ തെറ്റാണ്. ഞാൻ ഞാൻ തെറ്റ് ചെയ്തു എന്നത് ഞാൻ സമ്മതിക്കുന്നുണ്ട് സാർ. അതുകൊണ്ട് തന്നെയാണ് ടെർമിനേഷൻ ലഭിച്ചപ്പോൾ അവിടെ നിന്ന് പോകുന്നത്. കൺമണി, നീ ഇനിയും ജോലിക്ക് വരണം. നിന്നെ അലികയ്ക്ക് ആവശ്യമുണ്ട്. ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമുണ്ട്.
നീയില്ലാതെ ഞങ്ങളുടെ കുടുംബം പൂർണ്ണമാകില്ല എന്നത് തന്നെയാണ് സത്യം. നീ വെറുമൊരു എംപ്ലോയി അല്ല, എൻ്റെ ഫാമിലിയിലെ ഒരു അംഗമാണ്. നിന്നോട് ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി. കൈകൂപ്പിക്കൊണ്ട് സാഗർ മാപ്പ് പറയുകയും നീ കമ്പനിയിലേക്ക് തിരികെ വരിക തന്നെ വേണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഇതോടെ കൺമണിയാകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. സാർ, സാറിനോട് മാപ്പ് പറയണ്ട, പക്ഷേ കമ്പനിയിലേക്ക് ഇനിയൊരു തിരിച്ചുവരവ് അത് വേണ്ട സാർ, അത് ശരിയാവുകയില്ല. കൺമണി, നിന്നെ ഞാൻ എൻ്റെ മകളെ പോലെയാണ് കണ്ടത്. അച്ഛനൊരു തെറ്റുപറ്റി, അതുകൊണ്ട് തന്നെ അച്ഛൻ ക്ഷമ പറയാനും തയ്യാറാണ്. പക്ഷേ നീ എന്നെ അച്ഛൻ്റെ സ്ഥാനത്ത് കാണുന്നുണ്ട് എങ്കിൽ തിരികെ വരണം, അതാണ് എനിക്ക് പറയാനുള്ളത് എന്ന് വ്യക്തമാക്കി സാഗർ അവിടെ നിന്ന് പോയിരിക്കുകയാണ്. ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ധനലക്ഷ്മിയാകെ കിളിപോയി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്നുള്ള കാര്യം പോലും ധനലക്ഷ്മിക്ക് മനസ്സിലാകുന്നില്ല. ഒടുവിൽ ധനലക്ഷ്മി കൺമണിയെ ചെന്ന് കാണുകയും കൺമണിയോട് എൻ്റെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ സംഭവിച്ചത്, ദയവായി നീ എൻ്റെ കുടുംബജീവിതവും തകർക്കരുത് എന്ന ധനലക്ഷ്മി കരഞ്ഞ് അപേക്ഷിച്ചിരിക്കുകയാണ് കൺമണിയോട്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.